സിൻഡിക്കേറ്റ് അംഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഒരേ സമയം രണ്ട് തരത്തിലുള്ള പ്രതിഷേധം എസ് എഫ് ഐ നടത്തി. ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധം നടത്തി. ഒപ്പം അകത്ത് LDFന്റെ സെനറ്റ് അംഗങ്ങളുടെ പ്രതിഷേധവും ഉണ്ടായി. ആ സമയത്ത് യോഗം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുണ്ടായി. ആ സാഹചര്യത്തിൽ യോഗം നിർത്തിവെക്കുകയാണെന്ന് VC മോഹനൻ കുന്നുമ്മൽ അറിയിച്ചു. അതോടുകൂടി പ്രതിഷേധവുമായി സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങൾ പുറത്തേക്ക് വന്നു. അവർ പ്രകടനം നടത്തുകയാണ്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൂടെ സെനറ്റ് അംഗങ്ങൾ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുഴുവൻ ഉണ്ട്. മാവേലി കമറ MLA അരുണുണ്ട്, മുൻ MLA RV രാജേഷ് ഉണ്ട്, ഒപ്പം DYFIയുടെ ജില്ലാ പ്രസിഡന്റ് ഷിജു കാനു അടക്കമുള്ള നേതാക്കളുണ്ട്. അവരും കുത്തിയിരിക്കുകയാണ്. അതായത് ഇതിന് മുമ്പ് ക്യാമ്പസിന്റെ നടുക്ക് ഭാഗത്തായിട്ട് അവർ കുത്തിയിരുന്ന് അവരുടെ പ്രതിഷേധം നടത്തുന്നു. അവർ നിന്ന് പ്രതിഷേധം നടത്തുകയാണ്. ഇവരുടെ പിന്നിൽ SFI പ്രവർത്തകരുടെ പ്രതിഷേധവും നടക്കുന്നു. ഒരേ സമയം രണ്ട് തരത്തിലുള്ള പ്രതിഷേധമാണ് നടത്തുന്നത്. സർവകലാശാലയെ സംഘപരിവാറിന്റെ പരീക്ഷണശാലയാക്കുകയാണ് ചാൻസലറായ ഗവർണറും വൈസ് ചാൻസലറായ VC മോഹനൻ കുന്നുമ്മലും ചേർന്ന് നടത്തുന്നത് എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ചാൻസലർക്കും വൈസ് ചാൻസലർക്കുമെതിരെ സമര കേരള സർവകലാശാലയിലെ പ്രതിഷേധം തുടരുകയാണ്. റഹീസ്, VCയുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകുമോ? പ്രതിഷേധം ഇത്രയും കടുക്കുമ്പോൾ VC പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. സെനറ്റ് ഹാളിൽ തന്നെയാണ് VC മോഹനൻ കുന്നുമ്മൽ അടക്കമുള്ള ആളുകളുള്ളത്. BJP അംഗങ്ങൾ, BJPയുടെ സെനറ്റ് അംഗങ്ങൾ പുറത്തേക്ക് വന്നാൽ അവരെ തടയും. നമുക്ക് പ്രതിഷേധ കാഴ്ചകളിലേക്ക് പോകാം. റഹീസ് റഷീദ് തുടരുന്നു. റഹീസ് റഷീദ്, ഇപ്പോൾ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകണം എന്നല്ലേ നടക്കുന്നത്? നടപടി ഉണ്ടാകുന്നത് വരെ സെനറ്റ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നതാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. ആറ്റിങ്ങൽ MLA അംബിക അടക്കമുള്ള നേതാക്കളുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ 8:30ക്കാണ് സെനറ്റ് യോഗം ചേർന്നത്. സെനറ്റ് യോഗം ചേർന്നപ്പോൾ ഇവിടെ കേരളമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ് കേരള സർവകലാശാല സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിൽ ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന ബിപിൻ വിജയന് എതിരായിട്ടുള്ള ജാതി അധിക്ഷേപം. അതിന് നേതൃത്വം കൊടുത്തത് ഓറിയൻ്റൽ സ്റ്റഡീസിൻ്റെ ഡീനും സെനറ്റ് അംഗവും സംസ്കൃത വകുപ്പ് മേധാവിയുമായിട്ടുള്ള ശ്രീ വിജയകുമാരിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ആ വിജയകുമാരി ഇന്ന് സഭയിലെത്തി. ഞങ്ങൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറോട് പറഞ്ഞു, കേരളമെന്ന് പറയുന്ന ഈ നാട് വളർന്നത്, കേരളം നേടിയ സാമൂഹിക വളർച്ച, അതിൻ്റെ തുടക്കം കേരളത്തിൽ നടമാടിയിരുന്ന ജാതീയ അധിക്ഷേപങ്ങൾക്കും
ഉച്ചനീചത്വങ്ങൾക്കുമെതിരായി നടത്തിയ നവോത്ഥാന പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളം സാമൂഹ്യ വളർച്ച നേടിയത്. ആ കേരളത്തിന് അപമാനമാകുന്ന തരത്തിൽ മാത്രവുമല്ല, ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നൊരു സർവകലാശാലയായ കേരള സർവകലാശാലയുടെ പൊതു വളർച്ചയും മുന്നേറ്റവും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഈ സർവകലാശാലയിലെ ഒരു അധ്യാപികയായ ഈ സഭയിലെ ഒരു അംഗമായിട്ടുള്ള ശ്രീ വിജയകുമാരിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു വീഴ്ച വന്നിട്ടുള്ളത്. അവർക്കെതിരായി കേരള പോലീസ് ഹരിജൻ അട്രോസിറ്റി വകുപ്പിട്ട് കേസെടുത്തു. അവർ കേരള ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ താൽക്കാലികമായ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ ഈ സഭയിൽ നിന്നും പുറത്താക്കിയിട്ട് ഈ പ്രശ്നം അടിയന്തരമായി സഭ ചർച്ച ചെയ്യണം എന്ന ഒരാവശ്യമാണ് ഞങ്ങൾ സഭയുടെ മുന്നിൽ വെച്ചത്. എന്നാൽ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഞങ്ങളുടെ ഈ ആവശ്യം അംഗീകരിക്കാതെ 3.5 മണിക്കൂറാണ് ഒരക്ഷരം മിണ്ടാതെ ചെയറിൽ ഫോൺ നോക്കിക്കൊണ്ട് യൂട്യൂബ് കണ്ടുകൊണ്ട് അവിടെ ഇരുന്നത്. അതിൻ്റെ ചിത്രമെല്ലാം നിങ്ങളുടെ കൈ കിട്ടിക്കാണും. അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, നിയമവിരുദ്ധമായിട്ടുള്ള, സർവകലാശാലയുടെ കീഴ്വഴക്കങ്ങൾക്കും ചട്ടങ്ങൾക്കും എതിരായി കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലർ ഇന്നും കേരളമാകെ പൊതുവായി പ്രതിഷേധിക്കുന്ന ഒരു വിഷയത്തിന്മേൽ അതേ നിലപാട് തന്നെ എടുക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസൊക്കെ കിട്ടിക്കാണും. ഇന്ന് ഈ സഭയിൽ ഈ ജാതി അധിക്ഷേപത്തിന് നേതൃത്വം കൊടുത്ത, ഈ ജാതി വെറിയുടെ ഉത്തരവാദിയായിട്ടുള്ള ഈ ടീച്ചർ ഈ സഭയിൽ ഓടി നടന്നൊരു ക്യാമറാമാനെ പോലെ ഞങ്ങൾ സംസാരിക്കുന്ന ശരിയായ ആവശ്യം എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ട് ഈ സെനറ്റിലെ ഭൂരിപക്ഷം അംഗങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തികളാണ് ഇന്ന് അവിടെ നടത്തിയത്. ഞങ്ങൾ പറഞ്ഞു രജിസ്ട്രാറോട്, ഞങ്ങൾ പറഞ്ഞു സർവകലാശാല വൈസ് ചാൻസലറോട്, ഇത് ശരിയല്ല, സഭയിൽ ഇത് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഔദ്യോഗികമായി ഇവിടെ ആളിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അവരാണത് ചെയ്യേണ്ടത്. എന്നാൽ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറും രജിസ്ട്രാറും ഇത് അംഗീകരിക്കാതെ അവർക്ക് അനസ്യൂതം ഇത്രയും കേരളത്തിൻ്റെ പൊതു സാംസ്കാരിക ബോധത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് സഭയെ പെരുമാറിയത്. നടന്നില്ല. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ആവശ്യം ഇതായിരുന്നു, ഇവരുടെ ഡീൻഷിപ്പ് റദ്ദ് ചെയ്യണം. തെറ്റായ റൊട്ടേഷനിലൂടെയാണ് ഇവരെ ഗവർണർ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തത്, അത് റദ്ദ് ചെയ്യണം. മാത്രവുമല്ല, ഇവർക്കെതിരായി സർവകലാശാല ക്രിമിനൽ കേസ് കൊടുക്കണം പോലീസ് സ്റ്റേഷനിൽ. കാരണം 31-ാം തീയതിയാണ് വിപിൻ വിജയൻ ഈ പരാതി രജിസ്ട്രാർക്ക് കൊടുത്തിരിക്കുന്നത്, വൈസ് ചാൻസലർക്ക് കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായി എത്രയോ ദിവസം കഴിഞ്ഞു. ഇങ്ങനെ ഒരു ഗൗരവമുള്ളൊരു പ്രശ്നം മുമ്പിൽ വരുമ്പോൾ സർവകലാശാല തനതായി ഇത് പരിശോധിക്കുന്നതോടൊപ്പം തന്നെ അപ്പോഴേ പരാതി പോലീസിന് കൈമാറിയില്ല, മാറാതെ ഇത് വെച്ചുകൊണ്ടിരുന്നു. പൊതുസമൂഹം കേരളത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടപ്പോഴാണ് ഇപ്പോൾ എന്നിട്ടും അതിന്മേലൊരു നടപടി എടുത്തിട്ടില്ല. അതുകൊണ്ട് സിൻഡിക്കേറ്റ് ഇതെല്ലാം പരിശോധിക്കണം. ഇവർക്കെതിരായി പോലീസിൽ സർവകലാശാല പരാതി കൊടുക്കണമെന്നൊരു ആവശ്യവും ഞങ്ങൾ ഉന്നയിച്ചു. ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല.